ഇനി അടുത്തത് ഈ അതിജീവിത എന്ന പദം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നലെ കൂടി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട്. ആദ്യത്തെ പരാതിയിൽ പരസ്പര സമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായത്. നിങ്ങൾ എല്ലാം കേട്ട് കാണൂല്ലേ? ഇത് സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിന്റെ, നസീറ മാഡത്തിന്റെ വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇതുണ്ടായത്. ഇപ്പോൾ ഇതിനെ റേപ്പ് എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ പീഡനം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിലും ഇന്നലെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലും വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആദ്യ പരാതിയോ രണ്ടാമത്തെ പരാതിയോ ഒക്കെ അതിജീവിതയാകുക? എന്ത് അതിജീവിച്ചു എന്നാ പറയണേ? അതായത് ഓൾറെഡി പീഡനം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ അതിജീവിച്ചത്? പിന്നെ എങ്ങനെയാ ഇവർ അതിജീവിതയാകുക? അതിജീവിതമാർക്കും ഇരകൾക്കും നൽകുന്ന സംരക്ഷണം ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? പേര് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാനും പേര് പറയില്ല, സംശയമൊന്നുമില്ല. പേര് പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് 16 ദിവസം ജയിലിട്ടതാ. പേര് പറഞ്ഞു എന്നും ഫോട്ടോ ഇട്ടു എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം കൂടിയുണ്ട്. ഞാനൊരു AI ജനറേറ്റഡ് വെറും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് ഇട്ടത്. അപ്പം പോലീസുകാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അന്വേഷണം നടത്തണം, ഇത് തന്റെ ഫോട്ടോ വേണമെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയാൽ അല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് FSL റിപ്പോർട്ട് വേണോ? ചുമ്മാ ഓരോ ടെക്നിക്കാലിറ്റി പറയുകയാണ്. ചുമ്മാ പറച്ചിൽ നിന്ന് വേണ്ടി എന്ന് പറഞ്ഞു FSL റിപ്പോർട്ട് വരട്ടെ. ഞാൻ സാറിന് കണ്ടാ പോരെ, ഇത് ആ പെൺകുട്ടി അല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം, അതിജീവിത എന്നുള്ള പദം വിശുദ്ധവും നിയമപരമായി വളരെ പ്രാധാന്യമുള്ളതുമാണ്. ലൈംഗിക അതിക്രമ കേസുകളിലെ സ്ത്രീകൾക്ക് സുരക്ഷ, സ്വകാര്യത ഉറപ്പാക്കാനാണ് ആ മഹത്തരമായ പദം നമ്മുടെ നിയമ സംവിധാനത്തിൽ യൂസ് ചെയ്യുന്നത്. ആ വാക്ക് സൂക്ഷ്മതയില്ലാതെയാണ് പലരും ഉപയോഗിക്കുന്നത്. ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ സെഷൻസ് കോടതിയുടെ വിധിയിലും, ഓർക്കുക ഒബ്സർവേഷൻ അല്ല വിധിന്യായത്തിന്റെ ഭാഗമായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും പരസ്പര സമ്മതത്തോടെയാണ് ഒരു പരാതിയിൽ ബന്ധം നടന്നിരിക്കുന്നത്. അതിൽ ധാർമ്മിക നിയമ പ്രശ്നങ്ങളില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി. ഈ അവസരത്തിൽ ആ സ്ത്രീകളെ അതിജീവിത എന്ന് സംബോധന ചെയ്യുന്നത് നിയമപരമായി ശരിയല്ല. പരാതിക്കാരനാണ് വിളിക്കേണ്ടത്. യാതൊരു പ്രശ്നവുമില്ല, പരാതിക്കാരൻ തന്നെ വിളിക്കണം. പേര് പറയണമെന്ന് പറയുന്നില്ല, പരാതിക്കാരനാണ് വിളിക്കേണ്ടത്. അവർ അതിജീവിതകളല്ല എന്ന പരാമർശനത്തിനാണ് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ പോയിരിക്കുന്നത്. നിങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടും. രാഹുൽ ഈശ്വർ അവർ അതിജീവിതകളല്ലെന്നും ഈ വ്യക്തി വ്യാജ അതിജീവിത എന്ന വാക്ക് ഉപയോഗിച്ചു. ആ വ്യാജ അതിജീവിത എന്ന വാക്ക് ഉപയോഗിച്ചത് അവർക്ക് മാനസികവും സാമൂഹികവുമായി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടില് ഞാൻ വെർബാറ്റിം കോട്ട് ചെയ്യുകയാണ്. അതിജീവിത അല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ ജാമ്യം റദ്ദാക്കണം. ഇവർ യഥാർത്ഥത്തിൽ ജനുവിൻ അതിജീവിത അല്ല എന്ന് പറഞ്ഞതിന് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഫെബ്രുവരി 3 തിങ്കളാഴ്ചയാണ് എന്റെ കേസുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാകുകയും കോടതി നിരീക്ഷണത്തിന്റെയും വിധിയുടെയും അടക്കം ഭാഗമായി വരികയും ചെയ്തിരിക്കുകയാണ്. സെഷൻ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ഹൈക്കോടതിയുടെ ഒബ്സർവേഷനുണ്ട്.